Good morning, dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ ഒരു മൾട്ടിവേരിയേറ്റ് അനാലിസിസിൻ്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? മീൻ വെക്ടറിൻ്റെ ടെസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് സിഗ്മ എന്ന് പറയുന്നത്, അതായത് കോവേരിയൻസ് മെട്രിക്സ് അവിടെ നോൺ എന്നുള്ള കേസായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സിഗ്മ അൺനോൺ ആയിട്ടുള്ള കേസിൽ, അതായത് കോവേരിയൻസ് മെട്രിക്സ് അൺനോൺ ആയിട്ടുള്ള കേസിൽ എങ്ങനെയാണ് മീൻ വെക്ടറിൻ്റെ ടെസ്റ്റ് നടത്തുന്നതെന്നാണ് നോക്കുന്നത്. In the previous testing procedure, we said a little about the properties of the test because the test discusses were of slight practical consequence due to the assumption that sigma is known. Here we will be more concerned with test properties first in the one sample case and then in the two sample case. കഴിഞ്ഞ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിനകത്ത് നമ്മൾ ഈ ഒരു ടെസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി വളരെ കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സിഗ്മ നോൺ, അതായത് കോവേരിയൻസ് മാട്രിക്സ് നോൺ എന്നുള്ള ആ ഒരു അസംഷൻ പ്രാക്ടിക്കലി വളരെ വിരളമായിട്ടുമല്ലേ നടക്കത്തുള്ളൂ. അതായത് മിക്ക കേസിലും ഈ ഒരു അൺനോൺ മാട്രിക്സായ കോവേരിയൻസ് മാട്രിക്സ് നമുക്ക് അറിയത്തില്ലാത്ത കേസായിരിക്കും വരുന്നത്. സോ ആ ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കേസ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ അതുപോലെ ഡിസ്കസ് ചെയ്യാഞ്ഞത്. ഇവിടെ നമ്മൾ വൺ സാമ്പിൾ കേസും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൺ സാമ്പിൾ കേസ് എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ റീസൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെനി ജനറൽ പ്രിൻസിപ്പിൾസ് ആർ മോർ ഈസിലി ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ വൺ സാമ്പിൾ ഫ്രെയിം വർക്ക് ദാൻ ഇൻ ദ ടു സാമ്പിൾ കേസ്. ഒരുപാട് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഈ ഒരു ടു സാമ്പിൾ കേസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നന്നായിട്ട് നമുക്ക് വൺ സാമ്പിൾ കേസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല, സം വെരി യൂസ്ഫുൾ ടാസ്ക് ക്യാൻ ബി കാസ്റ്റ് ഇൻ ദ വൺ സാമ്പിൾ ഫ്രെയിം വർക്ക്. ടു എക്സാമ്പിൾസ് ആർ: first one, h naught mu d is equal to 0 used in the paired comparison test, and h naught cmu is equal to 0 used in profile analysis, in analysis of repeater measures and in growth curves. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഈ ഒരു വൺ സാമ്പിൾ കേസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾസിനെ പറ്റി നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, ഈ ഒരു ടു സാമ്പിൾ കേസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ വൺ സാമ്പിൾ കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതും കൂടെ ഈ ഒരു സിഗ്മ അൺനോൺ ആയിട്ടുള്ള കേസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് യൂണിവേരിയേറ്റ് കേസിൽ എങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ നടക്കുന്നതെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൾട്ടിവേരിയേറ്റ് കേസിൽ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേരിയേറ്റ് കേസിലുള്ളത് ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ നിങ്ങൾ നോക്കിയാൽ മതി. മൾട്ടിവേരിയേറ്റ് കേസിൽ എങ്ങനെയാണോ ടെസ്റ്റിംഗ് പ്രൊസീജിയർ നടക്കുന്നത് അതാണ് നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. റിവ്യൂ ഓഫ് യൂണിവേരിയേറ്റ് ടി ടെസ്റ്റ് ഫോർ h naught mu is equal to mu naught with sigma unknown. അപ്പോൾ യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയത്തില്ല എന്നുള്ള രീതിയാണ് എടുക്കുന്നത്. h naught mu is equal to mu naught ആണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാൻഡം സാമ്പിൾ കൺസിഡർ ചെയ്തു. y1 y2 എക്സെട്ര yn. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എടുത്ത്. നോർമൽ മ്യൂ കോമ സിഗ്മ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് മ്യൂ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മ്യൂവിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് y ബാറും അതുപോലെ സിഗ്മ സ്ക്വയർ അറിയത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് സാമ്പിൾ വേരിയൻസ് ആയിട്ടുള്ള s സ്ക്വയറും അസ്യൂം ചെയ്തു. ഇനി നമ്മൾ h naught ആയിട്ട് എടുക്കുന്നത് h naught mu is equal to mu naught വേഴ്സസ് h1 mu naught equal to mu naught എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് t is equal to y bar minus mu naught divided by s by root n ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ റൂട്ട് n മേളിലേക്ക് വരുമ്പോഴത്തേക്ക് റൂട്ട് n ഇൻറ്റു y bar മൈനസ് mu naught divided by s എന്ന് പറഞ്ഞ് നമുക്കിത് എഴുതാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത h naught ട്രൂ ആണെങ്കിൽ ഈ ഒരു ടി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിനുശേഷം നമ്മൾ h naught റിജക്റ്റ് ചെയ്യും. എപ്പോഴാണ്? റൂട്ട് n ഇൻറ്റു y bar മൈനസ് mu naught divided by s. അതായത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഈ ഒരു ടിയുടെ വാല്യൂ ഈ ഒരു ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ടേബിൾ വാല്യൂ നമ്മൾ നോക്കുന്നത് എന്താ? ആൽഫ ബൈ 2, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ബൈ 2 ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ടേബിളിൽ നിന്ന് വാല്യൂ നോക്കും. അതായത് ഈ ഒരു കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടി ഈസ് ഇക്വൽ ടു y ബാർ മൈനസ് mu naught ഡിവൈഡ് ബൈ s ബൈ റൂട്ട് n എന്ന് പറയുന്നതാണ് ഈ ഒരു ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ y ബാറിൽ നിന്ന് മ്യൂ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്, ആ ഒരു സാമ്പിളിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ടി വാല്യൂ കൊണ്ട് ടി സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി നമ്മൾ ഈ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ y ബാർ നമ്മൾ ഹൈപ്പോത്തസിസിൽ കൺസിഡർ ചെയ്ത മീനിൽ നിന്ന് കുറച്ചിട്ട് അതിന് ശേഷം s ബൈ റൂട്ട് n, അതായത് ആ ഒരു y ബാറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇവിടെ y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള റാൻഡം സാമ്പിൾ ആയതുകൊണ്ട് ഈ ഒരു y ബാറും s എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും.
അതായത് സാമ്പിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തമ്മിൽ ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു സെയിം ടെസ്റ്റ് മൾട്ടിവേരിയേറ്റ് കേസിലേക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ ഹോട്ട്ലിങ്സ് ടി സ്ക്വയർ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഹോട്ട്ലിങ്സ് ടി സ്ക്വയർ ടെസ്റ്റ് ഫോർ H0 മ്യൂസിക്കൽ ടു മ്യൂ നോട്ട് വിത്ത് സിഗ്മ അൺനോൺ. അതായത് ഇവിടെ നമുക്ക് കോവേരിയൻസ് മെട്രിക്സ് അൺനോൺ ആയിട്ടുള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. H0 മ്യൂസിക്കൽ ടു മ്യൂ നോട്ട് ആണ്. അപ്പോൾ ഈ ഒരു മൾട്ടിവേരിയേറ്റ് കേസിൽ P വേരിയബിൾസ് ആണ് നമ്മൾ ഒരു സാമ്പിളിംഗ് യൂണിറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് നോർമൽ വിത്ത് P വേരിയബിൾസ് മ്യൂ കോമ സിഗ്മ എന്നാണെന്ന് പറഞ്ഞെടുത്തു. ഇവിടെ ഓരോ YIക്കകത്തും P മെഷർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഓരോ YIക്കകത്തും ith സാമ്പിളിംഗ് യൂണിറ്റിൻ്റെ P മെഷർമെൻറ്റ്സ് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ ചെയ്ത പോലെ തന്നെ മീൻ വെക്ടറിന് പകരമായിട്ട് y ബാറും സിഗ്മ മെട്രിക്സിന് പകരമായിട്ട് സാമ്പിളിൻ്റെ കോവേരിയൻസ് മെട്രിക്സും നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്താ? H0 മ്യൂസിക്കൽ ടു മ്യൂ നോട്ട് വേഴ്സസ് H1 മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ യൂണിവേരിയേറ്റ് കേസിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. യൂണിവേരിയേറ്റ് കേസിലെ ടി ടെസ്റ്റ് എന്താ? നമ്മൾ കണ്ടു T ഈസ് ഈക്വൽ ടു y ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ എസ് ബൈ റൂട്ട് ആണ്. അതായത് റൂട്ട് എൻ ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ എസ് എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. സോ നമ്മളതിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? എൻ ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മളത് മാറ്റി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? എസ് സ്ക്വയറിൻ്റെ മേളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു എസ് സ്ക്വയർ ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ y ബാർ മൈനസ് മ്യൂ നോട്ടിനെ y ബാർ മൈനസ് മ്യൂ നോട്ട് എന്നുള്ള മെട്രിക്സ് ആയിട്ടും എസ് സ്ക്വയറിനെ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ടും മാറ്റി എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക് കിട്ടും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് ഡാഷ് എസ് ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടി സ്ക്വയർ ഇസഡ് സ്ക്വയർ വെച്ചിട്ട് കിട്ടാം. ഇത് നമുക്ക് കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എസിന് പകരം നമ്മൾ സിഗ്മ എന്ന് പറയുന്ന മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പോൾ കിട്ടിയ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹോട്ട്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ്. അതുകൊണ്ട് ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്ക് ഹോട്ട്ലിംഗ് ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് ഹോട്ട്ലിംഗ്സ് ടി സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടേബിളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത് P ആണ്. അതായത് എത്ര വേരിയബിൾസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഡയമെൻഷൻ. അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു n-1 ആണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹോട്ട്ലിംഗ്സ് ടി സ്ക്വയറിൻ്റെ ടേബിൾ വെച്ചിട്ട് വാല്യൂ ഈ ഒരു P ഡയമെൻഷനിലെ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ച ടി സ്ക്വയറിൻ്റെ വാല്യൂ ടേബിളിൻ്റെ വാല്യൂയും കൂടെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ടി സ്ക്വയറിൻ്റെ ടേബിളിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. സാധാരണ നമ്മൾ ടേബിൾ കമ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹോട്ട്ലിംഗ്സ് ടി സ്ക്വയർ ടെസ്റ്റ് സിഗ്മ അൺനോൺ ആയിട്ടുള്ള കേസിൽ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹോട്ട്ലിംഗ്സ് ടി സ്ക്വയർ ടെസ്റ്റിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The t-square statistic can be viewed as the sample standardized distance between observed sample mean vector and the hypothetical mean vector. If the sample mean vector is notably distant from the hypothetical mean vector, we become suspicious of the hypothetical mean vector and wish to reject H0. ഇവിടെ നമ്മൾ ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് വെച്ച് എന്താ ചെയ്യുന്നത്? യൂണിവേരിയേറ്റ് കേസിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ഒബ്സർവ്ഡ് മീൻ വെക്ടറും അതുപോലെ ഹൈപ്പോത്തസിസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു മീൻ വെക്ടറും തമ്മിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സാമ്പിൾ മീൻ വെക്ടർ ഹൈപ്പോത്തറ്റിക്കൽ മീൻ വെക്ടറായിട്ട് ഒരുപാട് ദൂരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ H0നെ റിജക്റ്റ് ചെയ്ത് കളയും. The test statistic is a scalar quantity since t square is equal to n into y bar minus mu naught dash s inverse into y bar minus mu naught is a quadratic form. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ക്വാഡ്രാറ്റിക് ഫോമിലായതുകൊണ്ട് തന്നെ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. As with the chi-square distribution of z square, the density of t square is skewed because the lower limit is 0 and there is no upper limit. ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. കാരണം ഇതിന് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ അപ്പർ ലിമിറ്റ് ഇതിന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫോം എന്ന് പറയുന്നത് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു y ബാർ മൈനസ് മ്യൂ നോട്ട് ഡാഷ് എസ് ബൈ എൻ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു y ബാർ മൈനസ് മ്യൂ നോട്ട് എന്നുള്ളതാണ്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫോമിന് രണ്ട് മെയിൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എസ് ബൈ എൻ ഇസ് എ സാമ്പിൾ കോവേരിയൻസ് മെട്രിക്സ് ഓഫ് y ബാർ ആൻഡ് സെർവ്സ് ആസ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെട്രിക്സ് ഇൻ ദ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു എസ് ബൈ എൻ എന്ന് പറയുന്നതാണ് y ബാറിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത്.
ഈ ഒരു മെട്രിക്സ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ്റെ കേസിൽ സ്റ്റാൻഡർഡൈസിങ് മെട്രിക്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ y ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ വിത്ത് മ്യൂ കോമ 1/n സിഗ്മ ആയിരിക്കും. അതുപോലെ n-1 ഇൻറ്റു എസ് എന്ന് പറയുന്നത് വിഷാർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് n-1 കോമ സിഗ്മ ആയിരിക്കും. ഇവിടെ y ബാറും എസ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് മെയിൻ ഫീച്ചേഴ്സാണ് ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫോമിനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ടി സ്ക്വയർ ടെസ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വി മസ്റ്റ് ഹാവ് n-1 ഗ്രേറ്റർ ദാൻ p, അതർവൈസ് എസ് ഇസ് സിംഗുലർ ആൻഡ് ടി സ്ക്വയർ കാനോട്ട് ബി കമ്പ്യൂട്ടഡ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് n-1, അതായത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് p-നെക്കാട്ടിലും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന മെട്രിക്സ് സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ടി സ്ക്വയർ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എസ് എന്ന് പറയുന്ന മെട്രിക്സ് സിംഗുലർ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ? നമ്മുടെ ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിനോമിനേറ്ററിൽ 0 മെട്രിക്സ് വരും. സോ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ ബോത്ത് ദ 1 സാമ്പിൾ ആൻഡ് 2 സാമ്പിൾ കേസസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദ ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് will be same as for the analogous univariate t-test, that is v is equal to n-1 for 1 sample and v is equal to n1 plus n2 minus 2 for 2 samples. അപ്പോൾ ഈ ഒരു 1 സാമ്പിൾ കേസിലും 2 സാമ്പിൾ കേസിലും ഈ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് യൂണിവേരിയറ്റ് ടി ടെസ്റ്റിനെ പോലെ തന്നെ സിമിലർ ആണ്. 1 സാമ്പിൾ കേസിൽ എന്താ v is equal to n-1 ആണ്. അതുപോലെ 2 സാമ്പിൾ കേസിൽ വരുമ്പോൾ v is equal to n1 plus n2 minus 2 എന്ന് പറഞ്ഞാണ് വരുന്നത്. ഈ ഒരു n1 പ്ലസ് n2 മൈനസ് 2 എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? n1 മൈനസ് 1 പ്ലസ് n2 മൈനസ് 1 അങ്ങ് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് n1 പ്ലസ് n2 മൈനസ് 2 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഫീച്ചർ നോക്കാം. The alternative hypothesis is two-sided. Because the space is multidimensional, we do not consider one-sided alternative hypothesis such as mu greater than mu naught. However, even though the alternative hypothesis h1 mu naught is equal to mu naught is essentially two-sided, the critical region is one-tailed. We reject h naught for large values of t square. This is a typical of many multivariate tests. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് 2-സൈഡഡ് ആണ്. 2-സൈഡഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാ? നമ്മൾ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ 1-സൈഡഡ് ഓൾട്ടർനേറ്റീവ് എടുക്കാത്തത്. 1-സൈഡഡ് ഓൾട്ടർനേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അങ്ങനത്തെയൊക്കെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് വരുന്നതിനെയാണ് 1-സൈഡഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ എടുക്കാത്തത് ഒരു മൾട്ടി ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് 2-സൈഡഡ് ആണ് എടുത്തെങ്കിലും ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ 1-tailed ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതായത് നമ്മൾ h നോട്ട് എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടി സ്ക്വയറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു h നോട്ടിനെ റിജക്റ്റ് ചെയ്യും. ഇത് മിക്ക മൾട്ടിവേരിയേറ്റ് ടെസ്റ്റിലും നമ്മൾ ഇങ്ങനെയാണ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ നടത്തുന്നത്. ഇനി ഈ നാലാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ യൂണിവേരിയേറ്റ് കേസിൽ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുമല്ലോ. അതായത് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1, n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെയിം റിസൾട്ട് നമുക്ക് മൾട്ടിവേരിയേറ്റ് കേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ഈ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി സ്ക്വയർ എന്ന് പറയുന്നത് എഫ് സ്റ്റാറ്റിസ്റ്റിക് ആകും എപ്പോഴാണെന്ന് വെച്ചാൽ v മൈനസ് p പ്ലസ് 1 ഡിവൈഡ് ബൈ വി പി ഇൻറ്റു ടി സ്ക്വയർ വിത്ത് p, v എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് p, v മൈനസ് p പ്ലസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു p എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആണല്ലോ. ആ ഒരു ടി സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഈ ഒരു ഡയമെൻഷനാണ് p എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡയമെൻഷൻ ആയിരിക്കും എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഫസ്റ്റ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ടി സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വി എന്ന് ജനറലായിട്ട് എടുക്കുന്നതാണ്. വി ഈസ് ഇക്വൽ ടു n-1 എന്ന് പറഞ്ഞല്ല എടുത്തിരിക്കുന്നത്. കാരണം ടി സ്ക്വയറിൻ്റെ ആപ്ലിക്കേഷൻ മറ്റ് കേസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വി ഈസ് ഇക്വൽ ടു n-1 എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമേ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുള്ളൂ. ഹോട്ട് ലിങ്ക്സ് ടി സ്ക്വയർ ടെസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് യൂണിവേരിയേറ്റ് കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലും ഇതിൻ്റെ ബാക്കി ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്